ജ്ഞാനമുള്ള ശില്പിയാകുന്ന ദൈവമേ, 6-ാം ദിവസമാകുന്ന ഈ വെള്ളിയാഴ്ച ആദാമിനെ നീ കൽപ്പിച്ച് സൃഷ്ടിച്ചു. നിന്റെ ശ്രേഷ്ഠ സ്വരൂപം അവനിൽ പകർത്തി ആനന്ദങ്ങളുടെയും സർവശ്രേയസ്സുകളുടെയും ഇരിപ്പിടമായ പറുദീസ വിശ്വാസപൂർവം അവനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ സ്വാതന്ത്ര്യത്താൽ ഭാര്യയുടെ ആലോചനയ്ക്ക് വിധേയനായി നിന്റെ കൽപ്പന ലംഘിച്ചു. അതിനാൽ ഈ വെള്ളിയാഴ്ച ദിവസം അവൻ പറുദീസായിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. എന്നാൽ കർത്താവേ, നീ അവനോട് ദയ കാണിക്കുകയും അവൻ്റെ മേൽ മനസ്സലിയുകയും നിന്റെ കരുണ പാപിയായ അവൻ്റെ വീഴ്ചയിന്മേൽ ചൊരിയുകയും ചെയ്തു. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ കഷ്ടതയ്ക്കും കുരിശുമരണത്തിനും നീ എഴുന്നള്ളി വന്നു. ഈ വെള്ളിയാഴ്ച ഹന്നാന്റെയും കയ്യാപ്പായുടെയും ആളുകൾ അവനെ കുരിശിൽ തറയ്ക്കുക എന്ന് അട്ടഹസിച്ചു. ഈ വെള്ളിയാഴ്ച നീതികെട്ട ന്യായാധിപന്മാർ സർവനാഥനായ നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വെള്ളിയാഴ്ച വലത്തുഭാഗത്തെ കള്ളൻ നിന്നെ മരത്തിന്മേൽ കണ്ടപ്പോൾ നീ ദൈവമാകുന്നുവെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു. ഈ വെള്ളിയാഴ്ച സൂര്യൻ നീതിയുടെ മഹാസൂര്യനായ നിന്നെ കണ്ടിട്ട് ഇരുണ്ടുപോയി. ഈ വെള്ളിയാഴ്ച അറുതിയില്ലാത്ത അനുഗ്രഹ സമുദ്രമായ നിനക്ക് കുടിക്കാൻ കാടിയും കയ്പുനീരും തന്നു. ഈ വെള്ളിയാഴ്ച വിസ്മരണീയവും ദൈവികവുമായ രഹസ്യം നിറഞ്ഞ ക്രൂശാരോഹണം മൂലം ജീവനുള്ള കുരിശ് പാപത്തെ കുരിശിൽ തറച്ചു. ഈ വെള്ളിയാഴ്ച ശവക്കല്ലറകളും പാറകളും പിളരുകയും മരിച്ചവർ നിന്റെ ശബ്ദത്താൽ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം വലിയ താഴ്മയ്ക്കായി ഇറങ്ങി വന്ന മിശിഹാ തമ്പുരാനെ, നിനക്ക് സ്തുതി. മഹത്തായ ജയത്താൽ ഉന്നതപ്പെടുകയും ഏദൻ തോട്ടത്തിൽ വെച്ച് പരാജിതമായ ഞങ്ങളുടെ സ്വഭാവത്തെ ഉയർത്തുകയും ചെയ്ത നിനക്ക് സ്തുതി. നിന്റെ പീഡാനുഭവത്താൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. സർവവല്ലഭത്വവും നിനക്കാകിയ നിനക്ക് സ്തുതി. ശരീരപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി പീഡയേറ്റവനും പ്രകൃതിയാ പീഡാരഹിതനുമായ നിനക്ക് സ്തുതി. എല്ലാ സമയങ്ങളിലും നിനക്ക് സ്തുതി. എല്ലാറ്റിനെ കുറിച്ചും നിനക്ക് സ്തുതി. 1000 നിനക്ക് സ്തുതി. നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും 10,000 സ്തുതി. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.